Good morning all. Now we are studying about particle properties of waves, and in the previous sessions we discussed about photoelectric effect. Now we are coming to Compton effect. It was observed by Arthur Holly Compton on 1923. ആ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം അത് ഒബ്സർവ് ചെയ്ത് അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ കൊടുത്തതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. Actually, it is the scattering of X-rays by an electron. You may know about two types of scattering. One is elastic scattering and another one is inelastic scattering. Elastic scattering എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേ, ലൈറ്റ് ആവാം, മറ്റെന്തെങ്കിലും റേ ആവാം. ആ റേ വന്ന് ഒരു മെറ്റീരിയലിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ ചെന്നിടിക്കുന്നു, എന്നിട്ട് അതറിന് തെറിച്ചു പോകുന്നു. അതിനാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് വെച്ചത്. സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ തന്നെയാണ്. സ്കാറ്ററിംഗ് എന്താണെന്ന് നമുക്കറിയാം. സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ തട്ടി ലൈറ്റോ അല്ലെങ്കിൽ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എല്ലാ ഭാഗത്തേക്കും ചിന്നിച്ചെതിരി പോകുന്നതിനാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയാം. ദി സ്കാറ്ററിംഗ് വി ക്യാൻ ഡിവൈഡ് ദി സ്കാറ്ററിംഗ് ഇൻ ടു. വൺ ഈസ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആൻഡ് അനദർ വൺ ഈസ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്താ സംഭവിക്കുക, വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേയുടെയും സ്കാറ്റർ ചെയ്തു പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേയുടെയും വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒന്ന് തന്നെയായിരിക്കും. അങ്ങനത്തെ സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുക. നമ്മൾ സാധാരണ ഈ സ്കാറ്ററിങ് നമ്മൾ ഏറ്റവും അധികം സ്കാറ്ററിങ് ഒബ്സർവ് ചെയ്യാൻ നമ്മൾ പറയാറുള്ളത്, പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ചെറിയൊരു ഹോള്, പണ്ട് കാലത്തൊക്കെ വീട്ടിലെ ഓടിൽ ചെറിയൊരു ഹോൾ ഉണ്ടാകുമ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ലൈറ്റ് വരും. അപ്പോൾ ഈ ലൈറ്റ് വരുമ്പോൾ അതിൽ ചെറിയ പാർട്ടിക്കിൾസിനെ തട്ടി ആ ലൈറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനേക്കാളും വേറെ നമുക്കൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് ഒക്കെ നമ്മൾ പോകുമ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ തന്നെ ഹെഡ്ലൈറ്റ് ആ ലൈറ്റ് ആകെ സ്കാറ്റർ ചെയ്ത് പോകുന്നത് കാണാറുണ്ട്. അങ്ങനെ ഈ പറയുന്ന സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ എന്താ, ഈ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനും സ്കാറ്റർ ചെയ്യുന്ന റേഡിയേഷനും ഒരേ വേവ് ലെങ്ത്താണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അങ്ങനത്തെ സ്കാറ്ററിങ്ങിനാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുക. അപ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ലൈറ്റ് ഒരു പാർട്ടിക്കിളിനെ തട്ടുന്നു, അവിടെ നിന്ന് തെറിച്ചു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു പാർട്ടിക്കിളിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നു, ഒരു പാർട്ടിക്കിളിനെ തട്ടുന്നു, അതിനെ അവിടെ നിന്ന് അത് തെറിച്ചു പോകുന്നു. അങ്ങനത്തെ സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുക. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് സ്കാറ്ററിംഗ് ഇസ് ദാറ്റ് ഈസ് നെയ്മഡ് ആസ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സംഭവിക്കുന്ന എന്താ, സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞ് പോകുന്ന റേക്ക് വരുന്ന റേയുടെ വേവ് ലെങ്ത് അല്ല ഉണ്ടാവുക, വേറെ എന്തെങ്കിലും ഒരു വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വരുന്ന റേയേക്കാൾ വേവ് ലെങ്ത് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ വരുന്ന റേയേക്കാൾ വേവ് ലെങ്ത് കുറവായിരിക്കാം. അങ്ങനത്തെ സ്കാറ്ററിങ്ങിനെയാണ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഒരു റേ വരുമ്പോൾ ആ റേയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ആണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താ, h/ന്യൂ ആണ്. ദാറ്റ് യു നോ. അപ്പോൾ ഇത് ഒരു പാർട്ടിക്കിളിനെ ചെന്ന് തട്ടുന്നു. അപ്പോൾ ഈ പാർട്ടിക്കിളിനെ ചെന്ന് തട്ടുമ്പോൾ ചിലപ്പോൾ അവിടെ ചെറിയൊരു എനർജി എക്സ്ചേഞ്ച് സംഭവിക്കാം. ഈ എനർജി എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എന്തായിരിക്കുക, ഒന്നെങ്കിൽ ഈ ലൈറ്റ് റേ അല്ലെങ്കിൽ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യാം, കുറച്ച് എനർജി പാർട്ടിക്കിളിന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ടിക്കിൾ കുറച്ച് എനർജി തിരിച്ച് ആർക്ക് കൊടുക്കാം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുക്കാം. അപ്പോൾ ഇഫ് ദ റേ ഈസ് ഗിവിങ് എനർജി ടു ദ പാർട്ടിക്കിൾ, വാട്ട് വിൽ ഹാപ്പൻ, ദെൻ ദ എനർജി ഓഫ് ദ റേ വിൽ ഡിക്രീസ്, ഇസ്ന്റ് ഇറ്റ്. എനർജി ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, എനർജി ഡിക്രീസ് ചെയ്യാൻ മീൻസ് എനർജി ഈസ് ഈക്വൽ ടു h/ന്യൂ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും. അപ്പോൾ പുറത്തേക്ക് പോകുന്ന സ്കാറ്റർ ചെയ്യുന്ന റേയുടെ എന്ത് കുറവായിരിക്കും, ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് റേനേക്കാൾ കുറവായിരിക്കും. ഇഫ് ദ ഓപ്പോസിറ്റ് തിങ് ഈസ് ഹാപ്പനിങ്, വാട്ട് വിൽ ഹാപ്പൻ, ദാറ്റ് മീൻസ് the particle is giving some energy to the electromagnetic rays, then what will happen, its energy will increase, that means its frequency will increase, isn't it? So in the case of inelastic scattering, an energy exchange is taking place between the scattering centers. Scattering center എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ആ പാർട്ടിക്കിളും അതുപോലെ തന്നെ വരുന്ന റേയും തമ്മിൽ. Those types of scattering are named as inelastic scattering. നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സ്കാറ്ററിങ്. അതെന്ന് പറയുന്ന ഒരു ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, then we can come to this Compton effect. അപ്പോൾ ഈ കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഇൻ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. വൈ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, എക്സ്റേസ് പോലെയുള്ള ചില ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്നിട്ട് എന്തിനെ തട്ടുന്നു, ആറ്റത്തിനെ തട്ടുന്നു, ആറ്റത്തിനെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണെ തട്ടുന്നു. അപ്പോൾ ആ ഇലക്ട്രോണിനെ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, വരുന്ന റേയുടെ
പാത്തിനൊരു ഡീവിയേഷൻ വരും, അതായത് അത് സ്കാറ്റർ ചെയ്ത് പോകും, ഇസ്ന്റ് ഇറ്റ്? പക്ഷേ ഇവിടെ സ്കാറ്റർ ചെയ്ത് പോകുമ്പോഴുള്ള പ്രശ്നം എന്താ? ആ സ്കാറ്റർ ചെയ്ത് വരുന്ന എക്സ്റേക്ക് വരുന്ന എക്സ്റേയേക്കാൾ വേവ് ലെങ്ത്ത് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് ദ കോംപ്റ്റൺ ഇഫക്റ്റ്. ആൻഡ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദാറ്റ് ഡയഗ്രാം. ആ ഡയഗ്രത്തെ പറ്റി കുറച്ച് നമുക്ക് വൃത്തിയായിട്ട് പറയാം. An incident photon is coming. So that energy of that incident photon, that is equal to h nu. അപ്പോൾ അവിടെ ഇരിക്കുന്ന ടാർജറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണാണ്. ആ ഇലക്ട്രോണിനെ അത് തട്ടുന്നു. അപ്പോൾ ഇലക്ട്രോണിനെ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഇലക്ട്രോണിലേക്ക് ആര് കുറച്ച് എനർജി കൊടുക്കുന്നു? നമ്മുടെ ഇൻസിഡൻറ്റ് ഫോട്ടോൺ കുറച്ച് എനർജി കൊടുക്കുന്നു. അപ്പോൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ആ ഇൻസിഡൻറ്റ് ഫോട്ടോൻ്റെ ഫ്രീക്വൻസി കുറച്ച് കുറയുന്നു, ന്യൂ പ്രൈം എന്ന് പറയുന്ന ഫ്രീക്വൻസി ആകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ആ സ്കാറ്റർ ചെയ്ത് പോകുന്ന ഫോട്ടോണിനെ ഞാനവിടെ എടുത്ത് വയ്ക്കുന്നു. ആ ഫോട്ടോൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ പ്രൈം ആയിരിക്കും, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആയിരിക്കും. അപ്പോൾ ഈ എക്സ്റേയിൽ നിന്ന് ഈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ അവിടെ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ അവിടെ നിന്ന് തെറിച്ച് പോകുന്നു. അപ്പോൾ ഇലക്ട്രോൺ എന്താ കിട്ടുന്നത്? കൈനറ്റിക് എനർജി കിട്ടും. ഈ കൈനറ്റിക് എനർജി എവിടെ നിന്ന് ഇലക്ട്രോൺ കിട്ടുക? ആ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഗെറ്റിംഗ് ഫ്രം വേർ? അതായത് ഇൻസിഡൻറ്റ് ഫോട്ടോൻ്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ്. അതുപോലെ സ്കാറ്റർ ചെയ്തു പോകുന്ന ഫോട്ടോൻ്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ പ്രൈം ആണ്. ആ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ പ്രൈം എന്നായിരിക്കും എന്ത് സംഭവിക്കുക? ആ സ്കാറ്റർ ചെയ്തു പോകുന്ന ഇലക്ട്രോണിൻ്റെ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. നമുക്ക് തൽക്കാലം ആ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റത്തിന് ഞാൻ പി എന്ന് എടുക്കുന്നു. അപ്പോൾ മൊമെൻറ്റം പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ തിങ്ക് ഇൻ തേർഡ് സെമസ്റ്റർ യു സ്റ്റഡീഡ് ദാറ്റ് റിലേറ്റിവിറ്റി ആൻഡ് ദ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് റെസ്റ്റ് മാസ് എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 സ്ക്വയർ സി റൈസ്ഡ് ടു 4 പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടോട്ടൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഓർ ദ ഇജക്റ്റ് ഇലക്ട്രോൺ ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് m0 സ്ക്വയർ സി റൈസ്ഡ് ടു 4 പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ. ഓരോ ടൈമും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ദ m0 എന്ന് പറയുന്നത് എന്താ? റെസ്റ്റ് മാസ് ഓഫ് ഇലക്ട്രോൺ. അത് എത്രയാണ് നിങ്ങൾക്കറിയാം? 9.1 × 10⁻³ കിലോഗ്രാം. ആൻഡ് പി മീൻസ് ദ മൊമെൻറ്റം ഓഫ് ദാറ്റ് ഇലക്ട്രോൺ. മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എജക്റ്റ് ചെയ്ത ഇലക്ട്രോൺ. സി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ സ്കാറ്റർ ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഫ്രീക്വൻസിക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ സ്കാറ്റേർഡ് ഫോട്ടോൺ ഫൈ എന്ന് പറയുന്ന ആംഗിളിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ ഇലക്ട്രോൺ എന്താ സംഭവിക്കുന്നത്? ആ ഇൻസിഡൻറ്റ് റേ എന്ന് നമ്മൾ നേരെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വരയിൽ നിന്ന് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ആര് പോകുന്നത്? സ്കാറ്റേർഡ് ഇലക്ട്രോൺ പോകുന്നത്. ആൻഡ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദിസ് ആംഗിൾസ് ബൈ taking the help of two conservation laws. One is conservation of energy and another one is conservation of momentum. It's okay. അപ്പോൾ we can come to the right side of that picture. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? We are thinking about the momentum of photon. If h nu is the energy of photon, then we can say that the momentum of that photon will be E by C, that is equal to h nu by C. From where we are getting this equation? The total energy, you can calculate the total energy by special theory of relativity, and that total energy E, that is equal to that is equal to root of E0 square plus P square C square. ആ E0 square എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് അതാ റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m0 സ്ക്വയർ സി റൈസ്ഡ് ടു 4. അതായത് എന്താണ്? റെസ്റ്റ് മാസ് എനർജിയുടെ സ്ക്വയർ ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ ഫോട്ടോൺ, ഫോട്ടോൻ്റെ കേസിലുള്ള റെസ്റ്റ് മാസ് എന്താ? ദാറ്റ് ഈസ് ടേക്കൺ as 0. ഫോട്ടോൻ്റെ റെസ്റ്റ് മാസ് ഇല്ല, ഫോട്ടോൻ്റെ റെസ്റ്റ് മാസ് 0 ആണ്. സോ എനർജി എന്ന് വെച്ചാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് m0 സ്ക്വയർ സി റൈസ്ഡ് ടു 4 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? E ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ എന്ന് എടുക്കാൻ പറ്റും. അതായത് E ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? E ഈസ് ഈക്വൽ ടു പി സി. ഫ്രം ദർ വി ക്യാൻ റൈറ്റ് P ഈസ് ഈക്വൽ ടു E ബൈ സി. സോ ഇൻ ദിസ് കേസ് എനർജി ഓഫ് ഫോട്ടോൺ ഈസ് h nu. So the momentum of photon is equal to h nu by c. Okay. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്നും കൂടി ചെറിയ 1-2 കാര്യങ്ങളും കൂടി നോക്കുന്നു. നമുക്കിത് എങ്ങനെയാണ് ഈ ഫൈയും തീറ്റയും എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഈ മൊമെൻറ്റം എങ്ങനെയാണ് റിസോൾവ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു കാര്യമുള്ളൂ, ഇൻസിഡൻറ്റ് ഫോട്ടോൺ വരുന്നത് തൽക്കാലം ആ ഡിറക്ഷനെ ഞാൻ എക്സ് ഡിറക്ഷനായിട്ട് എടുക്കുന്നു. ആ ഹൊറിസോണ്ടൽ ഡിറക്ഷനെ ഞാൻ എക്സ് ഡിറക്ഷനായിട്ട് എടുക്കുന്നു. പിന്നെ വെർട്ടിക്കൽ ഡിറക്ഷനെ തൽക്കാലം നമുക്ക് വൈ ഡിറക്ഷനായിട്ട് എടുക്കാം. അതായത്
ഇൻസിഡൻറ്റ് ഫോട്ടോണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദാറ്റ് ഈസ് മൂവിങ് ഇൻ എക്സ് ഡിറക്ഷൻ, ദാറ്റ് മീൻസ് ഇറ്റ്സ് momentum is along x direction, isn't it? So we can say that the momentum of incident photon or momentum, the total momentum, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, momentum of incident photon is equal to h nu by c, isn't it? And ഈ കൊളീഷൻ സംഭവിക്കുന്നതിന് മുമ്പ്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോൺ ഇലക്ട്രോണിനെ തട്ടുന്നതിന് മുമ്പ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രോൺ അവിടെ റെസ്റ്റിലാണ്, അതായത് അതിൻ്റെ മൊമെൻറ്റം എന്താണ്? 0 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് the momentum of electron before that collision is 0 and that of incident photon is h nu by c. This h nu by c will be in the x direction. പക്ഷേ അതിനുശേഷം നമുക്ക് ആഫ്റ്റർ ദ കൊളീഷൻ നമുക്ക് എന്താവും എന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദ കൊളീഷൻ സ്കാറ്റേർഡ് ഫോട്ടോൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് h nu പ്രൈം ബൈ c ആയിരിക്കും. അപ്പോൾ അതിനെ ഞാൻ റെക്റ്റാങ്കുലർ കമ്പണൻ്റായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് എന്ന് പറയുന്നത് റിസോൾവ് ചെയ്യുന്നു. വൺ ഈസ് ഇൻ ദ വൈ ഡയറക്ഷൻ ആൻഡ് വൺ ഈസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷൻ ദാറ്റ് വിൽ ബി h nu പ്രൈം ബൈ സി കോസ് ഫൈ. അതറിയാം അല്ലേ? കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പം ദാറ്റ് അഡ്ജസൻറ്റ് സൈഡ് വിൽ ബി ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് ഫൈ. സോ ഹിയർ we need to find what is the adjacent side, and here the hypotenuse is equal to h nu prime by c. So we can find that adjacent side is equal to h nu prime by c into cos phi. Similarly, vertical component will be equal to h nu prime by c sin phi. Similarly, we can resolve the momentum of electron also into rectangular component. The x component will be p cos theta and y component will be p sin theta. It's okay. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ലേക്ക് നമുക്ക് ഇതിൻ്റെ കൂടുതൽ എങ്ങനെയാണ് ഈ ഫൈ എങ്ങനെയാണ് തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്കാറ്റേർഡ് വേവ് ലെങ്ത് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. പക്ഷേ അതിനു മുമ്പ് വേറെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് എന്ന് പറയുന്നത് ഈ വേവിൻ്റെ എന്ത് പ്രോപ്പർട്ടി കാണിക്കുന്നത്? അതായത് വേവ് വന്ന് തട്ടുന്ന ആ സമയം എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ അവിടെ നിന്ന് ഒരു ഡിറക്ഷനിൽ പോകുന്നു, വേവ് മറ്റൊരു ഡിറക്ഷനിലേക്ക് പോകുന്നു, അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരം ബോർഡ് കളിക്കുന്ന പോലെ. അതായത് സ്ട്രൈക്കർ ചെന്ന് ആരെ തട്ടുന്നു? കോയിനെ തട്ടുന്നു. കോയിൻ ഒരാംഗിളിൽ പോകുന്നു. അപ്പോൾ സ്ട്രൈക്കർ എന്ത് ചെയ്യുന്നു? മറ്റൊരു ആംഗിളിൽ ഡീവേറ്റ് ചെയ്ത് പോകുന്നു. ഇസൻറ്റ് ഇറ്റ്? അതായത് ഈ കോയിൻ എന്ന് പറയുന്നതും ഈ സ്ട്രൈക്കർ എന്ന് പറയുന്നത് എന്താ? എക്സാക്ട്ലി ഒരു പാർട്ടിക്കിൾ കൊളീഷനെ പോലെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? ഒരു പാർട്ടിക്കിൾ വന്ന് മറ്റൊരു പാർട്ടിക്കിളിനെ കൊളൈഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ സ്ട്രൈക്കർ എന്ന് ആര് ചെയ്യുന്നു? കോയിനെ തട്ടുന്നു. അപ്പോൾ കോയിൻ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്തേക്ക് തെറിച്ച് പോകുന്നു. സ്ട്രൈക്കർ മറ്റൊരു സ്ഥലത്തേക്ക് തെറിച്ച് പോകുന്നു. ഇസൻറ്റ് ഇറ്റ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ ദ ഫോട്ടോൺ ഈസ് ബിഹേവിങ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോൺ ഈസ് ബിഹേവിങ് ലൈക്ക് എ പാർട്ടിക്കിൾ എന്ന് പറയാം. അതർവൈസ് വി ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് കോംപ്റ്റൺ ഇഫക്റ്റ് ഓൺലി ബൈ taking the particle property of this electromagnetic wave, isn't it? അപ്പോഴാണ് ഫോട്ടോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് കോംപ്റ്റൺ എഫക്റ്റും കൂടി ആയപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയി, അല്ലേ? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ എക്സ്പ്ലനേഷനിൽ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇസ് ട്രാവലിംഗ് ഓർ ദ energy exchange between the matter and electromagnetic radiation that is taking place as the packets of energy, and each of that packet is named as photons, അല്ലേ? പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കണ്ടപ്പോൾ നമുക്ക് കൂടുതൽ ഉറപ്പായി, യെസ്, ദിസ് വേവ് ഈസ് ഷോയിങ് സം പാർട്ടിക്കൽ ബിഹേവിയർ. ദെൻ ഓൺലി വി ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, isn't it? And after that, in 1923, Arthur Holly Compton, he observed Compton effect and he explained it, and for that he got Nobel Prize. I think 1927 28 ആണ് നോബൽ പ്രൈസ് കോംപ്റ്റന് കിട്ടുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? there also we can say that the electromagnetic radiation have this particle property. ഇവിടെ കോംപ്റ്റൺ ഇഫക്റ്റ് കാര്യമായിട്ട് കാണിക്കുന്നത് എക്സ്റേ ആണ്. അതെന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലും അതിൻ്റെ അടുത്ത ക്ലാസ്സിലുമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ്.